അമ്മച്ചി ഒന്നും എഴുതി തന്നിട്ടില്ല. നാളെ മനുഷ്യന്റെ കാര്യമില്ല, എന്തെങ്കിലും പറയാൻ പറ്റുമോ? അമ്മച്ചൊന്നും ഈ ഇടയ്ക്കൊന്നും പോകില്ല. നിന്നെ നന്നാക്കിയിട്ടേ അമ്മച്ചി പോവുള്ളൂ. മച്ചമ്മ വിളിക്കുമ്പോൾ ഒന്ന് പറയണേ, എനിക്ക് എന്തെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ സമയം കാലത്തും തരണം. നീ ആദ്യം ഒന്ന് നന്നായി കാണിക്കും. നീ ഇവിടെ സമയത്ത് വർക്ക്ഷോപ്പിൽ പോയി പണിയെല്ലാം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴേ അവർക്ക് തോന്നുള്ളൂ. നിനക്കൊല്ല എഴുതി തന്ന മറ്റേ നീ അത് വിറ്റ് തിന്നോന്ന് അവർക്ക് പേടി. അതാണ് അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ അമ്മ എഴുതി തരാത്തത്. എന്തോ വിറ്റ് തിന്നുന്നുള്ള പേടിയൊന്നും ഉള്ള കാര്യം കൊണ്ട് ഞാൻ പറയുക. അങ്ങനെ എന്തെങ്കിലും നീക്കുപോക്കുകൾ വിളിച്ചു പറയുന്നതിന് കൂട്ടത്തിൽ ഇവിടെ കൂടെ ചെയ്തു. മനുഷ്യരുടെ കാര്യം ഒന്നും പറയാൻ പറ്റും. ഇപ്പം മൺസൂൺ സീസൺ എന്ന് പറയുന്നത് സൈലന്റ് അറ്റാക്കിൻ്റെ സീസണാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞു 61 വയസ്സിലൊക്കെ പച്ച പടക്കണ അമ്മ നിന്നെ നിപ്പി അറ്റാക്ക് ഒന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ വയ്യാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും പറയണ്ട പറ. നീ വേറെ എന്തെങ്കിലും വിഷമം അമ്മേൻ്റെ ഉള്ളിലുണ്ടാ ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് തുറന്ന് പറ അമ്മേ, ഞാൻ സാധിച്ചു തരും. എന്തമ്മ പറയട്ടെ. എന്താ അമ്മ ഇത് കണക്ക പറയാൻ തോന്നുന്നത്? എന്ത് ഇത് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? എന്തുണ്ടെങ്കിലും പറ മക്കളെ. ഞാനിപ്പോൾ പറഞ്ഞ ഈ ആഗ്രഹം എല്ലാം നീ എനിക്ക് സാധിച്ചു തന്നു. അത് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമല്ലേ? പക്ഷെ ശരിക്കും എൻ്റെ ആഗ്രഹം ഇതല്ല. അച്ഛമ്പി, അമ്മയ്ക്ക് കാര്യമായ എന്തോ ഒരാഗ്രഹം മനസ്സിൽ വിങ്ങലായിട്ടുണ്ട്. സാധിച്ചോളൂ അമ്മ പറ. പറമ്മേ, എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറ. പറയട്ടെ, നീ ആരുടെയും പറയരുതേടാ. അമ്മ എൻ്റെ അടുത്ത് പറ അമ്മേ. കനകൻ്റെ അടുത്ത് പറഞ്ഞാൽ കനക പറയും അമ്മയ്ക്ക് വയസ്സുകാലത്ത് വേറെ ഒരു ജോലി ഇല്ലെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. നീ സാധിച്ചു തരും. അമ്മേ, ഞാൻ എൻ്റെ പെറ്റമ്മയെ പോലെ കാണണല്ലേ. അമ്മയുടെ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടന്നാൽ അത് എൻ്റെ വിഷമമില്ലേ അമ്മ? അമ്മ പറഞ്ഞോ എന്താണ് വേണ്ടത്, ഞാൻ സാധിച്ചു തരാം. പറഞ്ഞോ, ഞാൻ സാധിച്ചു തരാം. സത്യമായിട്ട് നീ സാധിച്ചു തരുമോ? സത്യമായിട്ട് സാധിച്ചു തരും. സത്യം സത്യം സത്യം. സെറ്റ്. ക്യാമറ സ്റ്റാർട്ട്, മ്യൂസിക് ആക്ഷൻ. അമ്മ ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യം എന്തമ്മ? എന്റെ പൊന്നടാ, എന്റെ പള്ളിക്കുടത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, അതിൽ ആ സരളയും ദാക്ഷാണിയും കൂടെ കിടന്ന് എന്തൊക്കെ പേക്കൂത്താടാ കാണിച്ചു കൂട്ടിയത്. എന്നെ ഒന്ന് തളർത്തി കളഞ്ഞില്ലേ? ഇതെങ്ങനെയുണ്ടടാ? ഇത് കൊള്ളാം. ഞാൻ അമ്മയുടെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട്. ഏതാ? എടാ പിന്നെ അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് നിന്നിട്ടടാ. അവളമാരെ ഞാൻ തളർത്തി കാണിച്ചു തരാം. എടാ ഇത് വൈറലാവും, ഒരു മാറ്റമുള്ള കാര്യമല്ല. എന്നിട്ട് വേണേ അവളമാരുടെ മുമ്പിലൊന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. പക്ഷേ എടാ എനിക്കൊരു സംശയം, ആ കളി ശരിയായില്ലെന്ന് തോന്നുന്നു. എനിക്ക് പോരടാ, എനിക്ക് ഒന്നും കൂടെ കളിക്കണം. അമ്മ ഇനി കിടന്ന് ഒരുപാട് തേള. അമ്മയ്ക്ക് എന്താ വയ്യായിക ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്ഷീണമെന്നെല്ലാം പറഞ്ഞിട്ട്. എന്റെ ശരീരത്തിനല്ലായിരുന്നു വയ്യാഴിക, എന്റെ മനസ്സിനായിരുന്നു. അവൾമാരെന്നെ തളർത്തി കളഞ്ഞല്ലേടാ. അപ്പൊ ഒന്നുകൂടെ എടുക്കണോ? നമ്മ ഒന്ന് റെഡി ആയിക്കോ, ഞാൻ ഇതൊന്ന് റെഡി ആക്കട്ടെ. മച്ചമ്പി, ഞാൻ തന്ന സകല പ്രതീക്ഷയും തിരിച്ചെടുത്തു. മച്ചമ്പി നമ്മളെല്ലാം മേലോട്ടെടുത്താലും ഇതിപ്പോഴും എങ്ങോട്ടെങ്ങും പോകത്തില്ല. 100-ൽ 100. ആക്ഷൻ.